കട്ടക്കലിപ്പന്റെ കാന്താരി മാലാഖ. രചന വർണ്ണ ദേവദത്തൻ. അവതരണം സാലിം കരുളായി. എല്ലാവരും അവരെ യാത്രയാക്കാൻ മുറ്റത്തേക്ക് ഇറങ്ങി. അത് കണ്ട് ഏറ്റവും പിന്നിലായി പോകുന്ന വർണ്ണയുടെ കൈ പിടിച്ച് വലിച്ച് ദത്തൻ വാതിലിന്റെ മറവിലേക്കായി നിന്നു. എന്ത് ദത്ത? ഞാൻ എൻ്റെ കുട്ടിനൊന്ന് കാണാൻ. ദത്തൻ അവളെ ചുമരിലേക്ക് ചേർത്ത് നിർത്തി അവളുടെ നെറുകയിലായി ഉമ്മ വെച്ചു. ദത്ത, അവരവളെ അന്വേഷിക്കും, എന്നെ വീട് എന്നാ അവർ പോയി കഴിഞ്ഞ് വേഗം മുറിയിലേക്ക് വാ. അവളുടെ കവളിൽ അമർത്തി ചുംബിച്ച ശേഷം ദത്തൻ പുറത്തേക്ക് നടന്നു. ഇവനത് എന്താ പറ്റിയത്? വർണ്ണ ഒന്നും മനസ്സിലാവാതെ അവന് പിന്നാലെ പുറത്തേക്ക് പോയി. മോള് മുത്തശ്ശിയുടെ കൂടെ വരുന്നോ? അവിടെ തറവാട്ടിലേക്ക് ഇറങ്ങാൻ നേരം വർണ്ണയുടെ കൈ പിടിച്ച് മുത്തശ്ശി ചോദിച്ചു. ഇല്ല മുത്തശ്ശി, ഇവൾക്ക് പഠിക്കാനൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് ഒഴിവ് ദിവസം നോക്കി ഞാൻ ഇവളെയും കൂട്ടി വരാം. ദത്തൻ വേഗം വർണ്ണയുടെ മുന്നിൽ കയറി നിന്നുകൊണ്ട് പറഞ്ഞു. അത് കേട്ട് ഭദ്രയും ശീലവും കിളിപോയ അവസ്ഥയിൽ നിൽക്കുകയാണ്. പഠിക്കുകയോ? അത് ഇവളെന്ന രീതിയിൽ അവർ രണ്ടുപേരും വർണ്ണയെ നോക്കി. എല്ലാവരുടെ യാത്ര പറഞ്ഞ് ധ്രുവിയും മുത്തശ്ശിയും കാറിൽ കയറി. എല്ലാവരെയും കൈവീശി കാണിച്ച് അവരുടെ കാർ ഗേറ്റ് കടന്നു പോയി. അകത്തേക്ക് എല്ലാവരും വന്നതും ദത്തൻ കണ്ണുകൾ കൊണ്ട് റൂമിലേക്ക് വന്ന് വർണ്ണയോട് ആക്ഷൻ കാണിച്ചു. എല്ലാവരും അവരുടേതായ ജോലികൾ നോക്കാൻ തുടങ്ങി. ഇപ്പോൾ ഹാളിൽ ദത്തനും വർണ്ണയും ശീലവും ഭദ്രയും മാത്രമേ ഉള്ളൂ. ശീലവും ഭദ്രയും വർണ്ണയുടെ രണ്ട് കയ്യിലും പിടിച്ചാണ് നിൽപ്പ്. എടി വാ, രാവിലത്തെ മാങ്ങ പറിക്കേണ്ടേ? ശീലു പറഞ്ഞതും ദത്തൻ്റെ മുഖം കാറ്റയച്ചു വിട്ട ബലൂണ് പോലെയായി. മാങ്ങയൊക്കെ പിന്നെ പറിക്കാം, നീ ഒന്നിങ്ങ് വന്നേ, ദത്തൻ വർണ്ണയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. പിന്നെ അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. വർണ്ണ ഇപ്പം ഞങ്ങളുടെ കൂടെയാ വരുന്നേ മാങ്ങ പൊട്ടിക്കാൻ. അതൊന്നും ശരിയാവില്ല, ദേവുട്ടി വാ. ദത്തൻ അവളുടെ കൈ പിടിച്ച് വലിച്ചു. ഇല്ല, വരില്ല. ഏണിപ്പം എന്തിനാ ഇവളെ വിളിക്കുന്നേ? അത് ഇത്രയും അത്യാവശ്യമായി. അത് പിന്നെ എൻ്റെ ഒരു ഷർട്ട് കാണാനില്ല, അത് തിരഞ്ഞെടുക്കണം. ഏണ്ടിപ്പോൾ അത്യാവശ്യമായിട്ട് ഷർട്ടിട്ട് എവിടെയും പോകേണ്ട ആവശ്യമില്ല. മാങ്ങയൊക്കെ പൊടിച്ച് വന്നിട്ട് ഞങ്ങൾ 3 പേരും കൂടി റൂമിൽ വന്ന് തിരഞ്ഞെടുത്ത് തരാം. അത് ശരിയാവില്ല. അത് കിടന്ന് ദത്തൻ ചാടി കയറി പറഞ്ഞു. അതെന്താ ശരിയാവത്തെ? ശീലുവും ഭദ്രയും ഒരേ സ്വരത്തിൽ തന്നെ ചോദിച്ചു. അതൊക്കെയുണ്ട്, നീ വാ. ദത്തൻ അവളെ കൊണ്ടുപോകാൻ നോക്കിയതും ഷീലു വർണ്ണയുടെ കയ്യിൽ ദത്തൻ്റെ പിടിയടിക്കുകയും അവളെയും പിടിച്ചു വലിച്ച് രണ്ടും കൂടെ മാവൻ ചോട്ടിലേക്ക് ഓടുകയും ചെയ്തു കഴിഞ്ഞിരുന്നു. അവർ പോകുന്നത് നോക്കി എന്തോ പോയ അണ്ണാനെ പോലെ ദത്തൻ കുറച്ചു നേരം അവരെ നോക്കി നിന്നു. ശേഷം അവർക്ക് പിന്നാലെ ഉമ്മറത്തേക്ക് വന്ന് സ്റ്റെപ്പിലായിരുന്നു. വർണ്ണയും ഭദ്രയും ശീലവും പഠിച്ച പണി 18 നോക്കിയിട്ട് മാങ്ങ പറിക്കാൻ പറ്റുന്നില്ല. വല്ല വാടിയെങ്ങാനും കിട്ടിയെങ്കിൽ ഞാൻ പുഷ്പം പോലെ മാങ്ങ പറിച്ചേനെ. പക്ഷെ ഒരു കമ്പ് പോലും ഇവിടെ കാണാനില്ല. വർണ്ണ ഇടുപ്പിൽ കൈകുത്തി എന്ന് പറഞ്ഞു. അയ്യോ, എന്നെ കൊണ്ട് വയ്യേ. 3 പേരും തോൽവി സമ്മതിച്ച് കൽബെഞ്ചിലായിരുന്നു. കുറേ നേരം കല്ലൊക്കെ എറിഞ്ഞ് നോക്കിയെങ്കിലും മാങ്ങ അയച്ച് ബാക്കി ഇലയും പൂവും കായും എല്ലാം താഴെ വീണിരുന്നു. ഇനി ഒരേ ഒരു വഴിയുള്ളൂ. അത് പറഞ്ഞ് ഭദ്ര കൽബെഞ്ചിൽ നിന്ന് എണീറ്റ് നേരെ ദത്തൻ്റെ അരികിലേക്ക് വന്നു. ഭദ്രയുടെ വരവിൻ്റെ കാര്യം മനസ്സിലായ ദത്തൻ അവളെ മൈൻഡ് ചെയ്യാതെ കാര്യമായി ഫോണിൽ ഓരോന്ന് നോക്കിക്കൊണ്ടിരുന്നു. ഏട്ടാ? ദത്തൻ ഫോണിൽ നോക്കി ഒന്ന് മൂടി. ദേവേട്ടാ? അവളവൻ്റെ കൈകളിൽ കുലുക്കി പിടിച്ചു. എന്താ? ആ മാങ്ങന്ന് പറിച്ചേട്ടാ? ഇല്ല, ഞാൻ കുറച്ച് തിരക്കില്ല. പ്ലീസ് ഏട്ടാ, ഒരു 5 മിനിറ്റ് കാര്യമല്ലേ ഉള്ളൂ. ഞാൻ ഓഫീസിലൊരു ഇമ്പോർട്ടൻ്റ് വർക്ക് നോക്കുക, നീ പിന്നെ വാ. ഏട്ടാ? കുറച്ച് കഴിയട്ടെ, ഞാൻ വരാം. വേഗം മാങ്ങ പറിച്ചു തന്നാൽ വേഗം തന്നെ വിട്ടേക്കാം. അല്ലെങ്കിൽ ഞാൻ ഈ മുകളിലെ റൂമിൽ പോയി പാതയേട്ടനെയും ശ്രീയേട്ടനെയും വിളിച്ചു കൊണ്ടുവന്ന് മാങ്ങ പറിച്ച് അത് കഴിച്ചപ്പോഴേക്കും സമയം ഒരുപാടങ്ങ് പോവില്ലേട്ടാ. സമയത്തിനൊക്കെ ഇപ്പം എന്താ വേല? ഭദ്ര കൈ കെട്ടിന്ന് അകലേക്ക് നോക്കി പറഞ്ഞതും ദത്തൻ വേഗം വരുന്നേരത്തിന് എഴുന്നേറ്റു. ഏട്ടൻ വെറുതെ മോളെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞല്ലേ തിരക്കാന്നൊക്കെ. എൻ്റെ ഭദ്രക്കൂടി ഇത്രയും കാര്യമായിട്ട് പറഞ്ഞിട്ട് ഏട്ടൻ കേൾക്കാതിരിക്കുമോ? മോള് വന്നേ. ദത്തൻ അവളുടെ കവളിൽ പിടിച്ച് വലിച്ചു കൊണ്ട് പറഞ്ഞു. ശേഷം അവളെയും കൂട്ടി മാവൻ ചോട്ടിലേക്ക് നടന്നു. മാവിൻ്റെ ചോട്ടിൽ നിന്ന് മാറിക്കോ, അല്ലെങ്കിൽ മണ്ടിയിൽ വന്ന് കല്ല് വീഴും. ദത്തൻ താഴേന്ന് 2 കല്ലെടുത്ത് ഉന്നം നോക്കി. ശേഷം മാങ്ങ നോക്കി എറിഞ്ഞു. ആദ്യത്തെ ഏറിൽ തന്നെ ഒരുമിച്ച് നിൽക്കുന്ന 2 മാങ്ങ താഴെ വീണു. ഹായ്, കിട്ടിയേ! ഷീലു ഓടിച്ചെന്ന് മാങ്ങ എടുത്തു. വർണ്ണേ, ഭദ്രേ വാ, ഷീലു വിളിച്ചു. വേണ്ട, വർണ്ണ ഇവിടെ ഏട്ടൻ്റെ ഒപ്പം ഇരുന്നോട്ടെ. ഇത് റെഡിയാക്കിയിട്ട് ഞങ്ങൾ വിളിക്കാം, അപ്പം വന്നാൽ മതി. പാവൻ്റെ ഏട്ടൻ കുറേ നേരമായാലും നോക്കി വെള്ളമിറക്കുന്നു. ദത്തനെന്നാക്കി പറഞ്ഞുകൊണ്ട് ഷീലുവിനെയും കൂട്ടി അവൾ അകത്തേക്ക് പോയി. അവളെന്താ പറഞ്ഞേ? എനിക്ക് മനസ്സിലായില്ല. ഇങ്ങോട്ട് ഇരിക്കു കോച്ചേ. ദത്തൻ വർണ്ണയെ പിടിച്ച് കൽബെഞ്ചിലേക്ക് ഇരുത്തി. നിന്റെ തല എവിടെയെങ്കിലും ഇടിച്ചോ ദത്ത? നിനക്ക് എന്താ പറ്റിയത്?
ദേഹത്തിനൊന്നും മിണ്ടാതെ അവളുടെ മടിയിലേക്ക് തലവെച്ച് കിടന്നു. കുഞ്ഞേ, എന്താ ദത്ത? എന്തിനാ നീ കുങ്കുമം തൊട്ടത്? ആ അത് അത് ഞാൻ അമ്മയെ കാണിക്കാൻ വേണ്ടിയാ. ആണോ? ശരിക്കും? ആ അതെ. ആണോ? ദത്തൻ അവളുടെ വയലിലേക്ക് മുഖം ചെയ്ത് ചോദിച്ചു. ദത്ത വേണ്ട, ആരെങ്കിലും കാണും. എന്നാ ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ. അത് ചോദിക്കുന്നതിനൊപ്പം ദത്തൻ്റെ കൈ അവളുടെ ടോപ്പിൻ്റെ ഇടയിലൂടെ ഉള്ളിലേക്ക് കയറിയിരുന്നു. ദത്ത എണീക്ക്, ദേ പാതിയേട്ടൻ വരുന്നു. വാർണ എങ്ങനെയോ പറഞ്ഞൊപ്പിച്ചത് ദത്തൻ അവളുടെ മടിയിൽ നിന്ന് എഴുന്നേറ്റിരുന്നു. പാതി ഫോണിൽ നോക്കിയാണ് പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. മുഖത്തൊരു ചിരിയുണ്ട്. ആരോടോ ചാറ്റിങ്ങിലാണ്. അതുകൊണ്ട് തന്നെ മാവൻ ചുവട്ടിലിരിക്കുന്ന വാർണയെയും ദത്തനെയും അവൻ കണ്ടില്ല. അവൻ ഫോണിൽ നോക്കി ചിരിച്ച് കൽബെഞ്ചിലിരിക്കാനായി വന്നതും വാർണയും ദത്തനും വേഗം എണീറ്റ് മാറി. ഇതൊന്നും അറിയാതെ പാത്തി ബെഞ്ചിലിരുന്ന് ഫോണിൽ നല്ല ചാറ്റിങ്ങിലാണ്. മുന്നിൽ ആരോ നിൽക്കുന്ന പോലെ തോന്നിയതും പാത്തി ഫോണിൽ നിന്ന് താലിവിട്ട് നോക്കി. മുന്നിൽ തന്നെ നോക്കി കൈകെട്ടി നിൽക്കുന്ന വർണ്ണ, അവളുടെ തോളിൽ കൈയിട്ട് നിൽക്കുന്ന ദത്തൻ. അത് കണ്ടതും പാത്തി ഇരുന്നിരുന്ന് ചാടി എഴുന്നേറ്റു. എന്താ? അവൻ പാതർച്ചയോടെ ചോദിച്ചു. ഞങ്ങൾക്കും അത് തന്നെയാണ് ചോദിക്കാനുള്ളത്, എന്താന്ന് വർണ്ണ പറഞ്ഞു. ഞാനൊരു മർഡർ കേസ് നോക്കായിരുന്നു. അതിനെന്തിനാ ഇങ്ങനെയൊന്ന് ചിരിക്കുന്നത്? അത് ഞാൻ വേറെന്തോ ആലോചിച്ച്. ഇതൊന്നും അത്ര ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതെന്താ അങ്ങനെ പറഞ്ഞേ? പരിസരബോധമല്ലാതെ ഫോണിൽ നോക്കി ചിരിച്ച് വന്നിരിക്കുമ്പോൾ ഇവിടെ ആരെങ്കിലും ഇരിക്കുന്നുണ്ടോ എന്ന് നോക്കേണ്ട ഏട്ടാ. ഞങ്ങൾ എണീറ്റ് മാറിയെങ്കിൽ ഏട്ടിപ്പോൾ ദത്തൻ്റെ മാടി കയറി ഇരുന്നേനെ. അത് പിന്നെ സോറി, ഞാൻ ശ്രദ്ധിച്ചില്ല. വാർണയൊന്ന് അമർത്തി മൂളി അകത്തേക്ക് നടന്നു. ഒപ്പം ദത്തനും. ദത്ത, ഞാൻ അവരൊന്ന് നോക്കിയിട്ട് വരാം. വാർണ അടുക്കളയിലേക്ക് പോകാൻ തിരിഞ്ഞതും ദത്തൻ അവളുടെ ഇടുപ്പിലൂടെ കൈ ചേർത്ത് പൊക്കിയെടുത്തു. അങ്ങനെ നീ എവിടേക്കും പോകുന്നില്ല. അത് പറഞ്ഞ് വാർണയെയും എടുത്ത് അവൻ മുകളിലേക്ക് നടന്നു. ദത്ത, എന്നെ താഴെ ഇറക്ക്, ആരെങ്കിലും കാണും. വാർണ അവൻ്റെ കയ്യിൽ കിടന്ന് കുതിറിയെങ്കിലും ദത്തൻ അവളെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് റൂമിലേക്ക് നടന്നു. ബെഡിൽ വാർണയെ ഇരുത്തി ദത്തൻ ചെന്ന് ഡോർ ലോക്ക് ചെയ്ത് അവളുടെ അരികിലായി വന്നു. അവൻ ബെഡ് ഡ്രസ്സിലേക്ക് ചാരിയിരുന്ന് വാർണയെ മടിയിൽ കയറ്റിയിരുത്തി തനിക്ക് നേരെ തിരിച്ചിരുത്തി. കുഞ്ഞേ, അവളുടെ മുഖം കയ്യിലെടുത്തുകൊണ്ട് ദത്തൻ വിളിച്ചു. ദത്തൻ്റെ നോട്ടം താങ്ങാനാവാതെ വാർണ തലകുലിച്ചു. ദത്തൻ ചൂണ്ടുവിരൽ കൊണ്ട് അവളുടെ മുഖം ഉയർത്തി അവളുടെ മുഖത്തിൽ നിന്ന് കണ്ണെടുക്കാതെ അവളെ നോക്കിയിരുന്നു. എന്താ ദത്ത എങ്ങനെ നോക്കണേ? ഐ ലവ് യു പെണ്ണേ. ദത്തൻ അവളുടെ ചുണ്ടിൽ അമർത്തി ചുംബിച്ചു. ഈ ദത്തനത് എന്താ പറ്റി? വാർണ ചിരിച്ചുകൊണ്ട് അവനെ തോളിലൂടെ വട്ടം പിടിച്ചു. നിന്നിങ്ങനെ കാണുമ്പോൾ എനിക്ക് എത്ര സന്തോഷമുണ്ടെന്നോ. ഞാൻ കെട്ടി എൻ്റെ താലിയും നെറുകയിലെ സിന്ദൂരും. ദത്തൻ വീണ്ടും അവളുടെ ചുണ്ടിൽ അമർത്തി മുത്തി. നിനക്കിത് ഇഷ്ടമാണ് ദത്ത? എന്നിട്ട് എന്താ എന്നോട് പറയാതിരുന്നത്? ചില കാര്യങ്ങൾ പറഞ്ഞ് ചെയ്യുന്നതിലല്ല, പറയാതെ ചെയ്യുമ്പോഴാണ് സന്തോഷം. എനിക്കറിയാം നീ അമ്മയ്ക്ക് വേണ്ടിയല്ലേ ഈ സിന്ദൂരം തൊട്ടിരിക്കുന്നതെന്ന്. നിനക്കിത് ഇഷ്ടമല്ലേ പറഞ്ഞ? ദത്തൻ അവളെ തന്നെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. ഇഷ്ടാ ദത്ത. എന്നും കുളി കഴിഞ്ഞ് കണ്ണാടിക്ക് മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ എനിക്ക് സിന്ദൂരം തൊടാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ നീ ഇന്നേവരെ എന്നോട് സിന്ദൂരം തൊടാൻ പറഞ്ഞില്ലല്ലോ. അതുകൊണ്ട് ഞാൻ കരുതി നിനക്കിതൊന്നും താല്പര്യമില്ലാന്ന്. അത് കേട്ട് ദത്തൻ അവളെ തന്നെ നെഞ്ചിൽ നിന്ന് ഉയർത്തി തനിക്ക് നേരെ നിർത്തി. ശേഷം അവളുടെ സിന്ദൂരം തൊട്ട ഭാഗത്ത് അമർത്തി മുത്തി. ദേ, വർണ്ണദത്തൻ്റെ ചുണ്ടിൽ സിന്ദൂരം തുടക്കാനായി കൈ ഉയർത്തിയതും ദത്തനത് തടഞ്ഞു. അവൻ പതിയെ അവളുടെ പിൻകഴുത്തിൽ വലത് കൈ ചേർത്ത് അവളുടെ മുഖം തന്നിലേക്ക് അടുപ്പിച്ചു. പതിയെ അവളുടെ മേൽച്ചുണ്ടിനെ കടിച്ചു നിറഞ്ഞു. അവളുടെ കീച്ചുണ്ടിനെയും മേൽച്ചുണ്ടിനെയും മാറി മാറി നുകർന്നു. അതിനൊപ്പം അവൻ അവളെ ബെഡിലേക്ക് മറിച്ചിട്ടു. അവളുടെ അതരങ്ങളെ സ്വതന്ത്രമാക്കാതെ തന്നെ ദത്തൻ അവളുടെ മുകളിലായി ഇരു കൈകളും കുത്തി നിന്നു. ദത്തൻ്റെ ശരീരം തന്നിലേക്ക് അമർന്നതും വർണ്ണുയർന്നു പൊങ്ങി. അവസാനം ശ്വാസം കിട്ടാതെ ആയതും ദത്തൻ അവളുടെ അതരങ്ങളെ മോചിപ്പിച്ചു. ശേഷം അതിലും ശക്തിയായി വീണ്ടും അവളുടെ അതരങ്ങളിലേക്ക് തൻ്റെ ചുണ്ടുകൾ ചേർത്തു. കീച്ചുണ്ടിനെയും മേൽച്ചുണ്ടിനെയും മാറി മാറി നുണഞ്ഞ് ദത്തൻ്റെ നാവ് അവളുടേതുമായി കെട്ടിപ്പണിഞ്ഞു. ഉമിനീരുകൾ പരസ്പരം കലർന്നു. അവളെ ഗാഠമായി ചുംബിക്കുന്നതിനൊപ്പം തന്നെ ദത്തൻ്റെ കൈ അവളുടെ ശരീരമാകെ അലഞ്ഞു നടന്നു. അവളുടെ ടോപ്പ് അല്പം ഉയർത്തി അണിവയറിലൂടെ ഒന്ന് തഴുകിയതും ദത്തനൊന്ന് പുളഞ്ഞു. ദത്തൻ്റെ വെല്ലുകൾ അവളുടെ ഇടുപ്പിലൂടെയും വയലിലൂടെയും എന്തിനോ അലഞ്ഞു നടന്നു. അവസാനം അവൻ്റെ വെല്ലുകൾ ചെന്ന് നിന്നത് അവളുടെ പൊക്കിൽ ചുടിയിലാണ്. വർണ്ണം നീങ്ങിയതും ദത്തൻ അവളിൽ നിന്നും ഉയർന്ന് അവളെ തൊട്ടില്ലെന്ന രീതിയിൽ അവളുടെ മേൽ കൈകുത്തി നിന്നു. സോറി, ചില സമയങ്ങളിൽ ഇപ്പം എങ്ങനെയാ, മനസ്സൊന്നും പിടിച്ചെടുത്ത് നിൽക്കുന്നില്ല, കാര്യങ്ങളൊക്കെ കൈവിട്ട് പോവാം. ദത്തൻ അവൻ്റെ പതിവ് കള്ളച്ചിരിയിൽ പറഞ്ഞതും വർണ്ണം ഉയർന്ന് അവൻ്റെ കഴുത്തിലായി അമർത്തി കടിച്ചു. ഏടി, നീ എന്നെ വഴിതിരിച്ച് അടങ്ങും. വെറുതെ എൻ്റെ ഉള്ളിൽ മറ്റേ ദേവനെ പുറത്തിറക്കില്ലേ? ദേവനോ? അതേ ദേവൻ? അവൾ സംശയത്തോടെ ചോദിച്ചു.
കാമദേവൻ. അവൻ അല്പം കുഞ്ഞ് അവളുടെ കാതിലായി പറഞ്ഞതും വർണ്ണയുടെ മുഖം ആകെ വെട്ടി വിയർത്തു. ഇതെന്താ ഇത്? ആകെ വിയർത്തല്ലോ. ഈ കണക്കിന് എൻ്റെ കുട്ടി ഒരുപാട് വിയർക്കും. വർണ്ണവൻ്റെ നോട്ടവും സംസാരവും താങ്ങാനാവാതെ കണ്ണുകൾ ഇറുകെ അടിച്ചു. അത് കണ്ട് ദത്തനൊരു പുഞ്ചിരിയോടെ അവളുടെ സീമന്തരേഖയിൽ ചൂണ്ടുവിരൽ കൊണ്ട് തൊട്ട ശേഷം പതി അവളുടെ മൂക്കിനെ തഴുകി ചുണ്ടിൽ വന്നു നിന്നു. അവളുടെ ഇരു ചുണ്ടുകളിലൂടെയും വിരലൊടിച്ച് അവൻ്റെ കൈകൾ അവളുടെ കഴുത്തിലേക്ക് ഇറങ്ങി. പേടിച്ചവൾ മുന്നിലിറക്കിയതും ദത്തൻ്റെ വിരൽ അതിനനുസരിച്ച് താഴേക്ക് നീങ്ങി. അവൻ്റെ വിരലിൻ്റെ സ്പർശനം വർണ്ണയിൽ മറ്റ് വികാരങ്ങൾ ഉണർത്തിയിരുന്നു. ദത്തൻ്റെ കൈകൾ അവളുടെ ഇടനെഞ്ചിൽ വന്നു നിന്നു. എനിക്ക് വേണ്ടിയല്ലേ ഈ കുഞ്ഞു ഹൃദയം ഇങ്ങനെ ഹൈസ്പീഡിൽ പിടിക്കുന്നത്? നമുക്ക് ഇത്ര സ്പീഡ് വേണ്ട. നിന്റെ ദത്തനല്ലേ, അവ ഞാൻ അടുത്ത് വരുമ്പോൾ എന്തിനായി പേടി? ദത്തൻ അവളുടെ നെഞ്ചിൽ കൈവച്ച് പറഞ്ഞതും അവളുടെ ഹൃദയമെടുപ്പ് താനെ കുറഞ്ഞു. ഇത്ര മതി. ദത്തൻ്റെ ശബ്ദം കേട്ട് അവൾ പതിയെ കണ്ണു തുറന്നു. ഇനി കുറച്ചു കാലം കൂടി, അത് കഴിഞ്ഞാൽ എൻ്റെ പെണ്ണിന് ഞാൻ എല്ലാത്തിലും എന്നെ സ്വന്തമാക്കും. ഈ ഇടനെഞ്ചിൻ്റെ താളം കേട്ട് നിന്റെ മാറിൽ തലവെച്ച് വേണം എനിക്കുറങ്ങാൻ. നിന്റെ ശരീരത്തിൻ്റെ ഗന്ധം എന്നിലാകെ പടത്തനെനിക്ക്. നിന്റെ ഓരോ ഉണവിലും എൻ്റെ ചുംബനം. ദത്തൻ പറഞ്ഞു മുഴുവനാക്കും മുമ്പേ അവൻ്റെ വാപത്തി പിടിച്ചു അവള്. വേണ്ട വേണ്ട ദത്ത, പറയണ്ട, എനിക്ക് എന്തോ പോലെ തോന്നുക. കിതച്ചുകൊണ്ട് വർണ്ണ പറഞ്ഞതും ദത്തൻ ശരിക്കും ചിരി വന്നു. തിയറി ക്ലാസ് കേൾക്കുമ്പോൾ തന്നെ ഇങ്ങനെ, പ്രാക്ടിക്കലിന് എൻ്റെ കുട്ടി എന്ത് ചെയ്യും? ദത്തൻ കള്ള ചിരിയോടെ പറഞ്ഞു. എൻ്റെ മേലെ നിന്ന് മാറാ വഷള, എന്തൊക്കെയാ ഈ പറയുന്നേ? ഷോ, പറയുന്നത് നിനക്ക് നാണില്ലെങ്കിലും കേൾക്കുന്ന എനിക്ക് കുറച്ച് നാണുണ്ട്. നാണൊക്കെ ചേട്ടൻ മാറ്റിത്തരാന്നേ. ദത്തൻ മീശ പിരിച്ചുകൊണ്ട് പറഞ്ഞു. വർണ്ണ ആകെ പതറിപ്പോയി. മാറിക്കേ, എൻ്റെ മേലെ കയറി കിടന്ന് എന്നെ ഭീഷണിപ്പെടുത്തുന്നോ? വർണ്ണ ദത്തനെ തൻ്റെ മേലയിൽ നിന്ന് തള്ളി മാറ്റാൻ ശ്രമിച്ചു. ഇല്ല, എൻ്റെയാ, എൻ്റെ മാത്രം, ഞാൻ വേറെ ആർക്കും കൊടുക്കില്ല. ദത്തൻ അവൾ ഇറുകപ്പെടുന്ന അവളുടെ കഴുത്തിൽ മുഖം ചേർത്ത് കിടന്നു. വർണ്ണവനെ തന്നിലേക്ക് ചേർത്ത് പിടിച്ച് കിടന്നു. പതിയവന് മുടിയിലൂടെ തലോടിക്കൊണ്ട് അവൾ കിടന്നു. ദത്താ. കുറച്ച് കഴിഞ്ഞതും വർണ്ണ വിളിച്ചു. എന്താടാ? ഞാൻ താഴേക്ക് പോയിക്കോട്ടെ, അവനെന്നെ അന്വേഷിക്കും. എന്നെ കുറേ നേരമായിട്ട് നോക്കിയിട്ട് കണ്ടില്ലെങ്കിൽ ആ മാങ്ങ മൊത്തം അവൻ ഒറ്റയ്ക്ക് കഴിക്കും. വർണ്ണ അത് പറഞ്ഞതും ദത്തൻ തലയുയർത്തി അവളെ നോക്കി. അവളുടെ മുഖത്തും കഴുത്തിലുമായി പടർന്നു കിടക്കുന്ന കുങ്കുമം അവൻ വലത് കൈകൊണ്ട് തുടച്ചു നീക്കി. എന്നാ ഞാൻ താഴേക്ക് പോവാ. വർണ്ണ എണീക്കാൻ നിന്നതും ദത്തൻ അത് തടഞ്ഞ് അവളെ ബെഡിലേക്ക് തന്നെ കിടത്തി. ഒരു മിനിറ്റ്, ഒരു കാര്യം കൂടി. ദത്തൻ കള്ളച്ചിരിയോടെ പറഞ്ഞപ്പോൾ തന്നെ വർണ്ണക്ക് അപകടം മണത്തു. ദത്തൻ്റെ കൈ അവളുടെ മേൽ തഴുകി അവളുടെ ഇടുപ്പിൽ വന്നു നിന്നു. അവൻ ടോപ്പ് പതിയെ ഉയർത്താൻ നിന്നതും വർണ്ണ ബെഡിൽ നിന്ന് ചാടി എഴുന്നേറ്റു. എടി പ്ലീസ്, ഒറ്റ തവണ. പറ്റില്ല ദത്ത, പറ്റില്ല. എന്തടി പ്ലീസ്? ഒരു പ്ലീസും ഇല്ല. എന്നാ നീ മുറി വിട്ട് പോവില്ല. ദത്തനത് പറഞ്ഞ് അവളെ ബെഡിലേക്ക് മറിച്ചിട്ട് അവളുടെ മേലേക്ക് കയറി കിടന്നു. ദത്ത, ദത്ത. വർണ്ണ പലതവണ അവനെ വിളിച്ചെങ്കിലും അവളുടെ കഴുത്തിൽ മുഖം ചേർത്ത് കിടന്നതല്ലാതെ അവനൊന്നും മിണ്ടിയില്ല. അത് കണ്ട് വർണ്ണ പതിയവൻ്റെ കൈയെടുത്ത് അവളുടെ വയലിൽ വെച്ചു. വേണ്ട. ദത്തൻ അവളുടെ മേലിൽ നിന്ന് കൈ മാറ്റി. വേണ്ടെങ്കിൽ വേണ്ട, എൻ്റെ മേലിൽ നിന്ന് എഴുതി മാറി, എനിക്ക് പോവണം. വർണ്ണ അത് പറഞ്ഞതും ദത്തൻ പതി അവളുടെ മേലിൽ നിന്ന് എഴുന്നേറ്റു. വർണ്ണ ബെഡിൽ നിന്ന് എണീക്കുന്നതിന് മുമ്പ് ദത്തൻ അവളുടെ ടോപ്പ് ഉയർത്തി അവളുടെ വയലേക്ക് മുഖം പൂഴ്ത്തി. അവൻ അവളുടെ അണിവയറിൽ അമർത്തി ചുംബിച്ച് അവളിൽ നിന്നും എണീറ്റ് മാറി. വർണ്ണ ഒന്നും മിണ്ടാതെ ബെഡിൽ നിന്ന് താഴെ ഇറങ്ങി. ഡോറിൻ്റെ അരികിലെത്തിയതും വർണ്ണ അതേപോലെ തിരികെ വന്നു. അവളവൻ്റെ നെറ്റിയിലും കവിളിലുമായി പടർന്ന് സിന്ദൂരം തുടച്ച് അലങ്കോലമായി അവൻ്റെ മുടി ഒതുക്കി വെച്ചു. ശേഷം അവൻ്റെ ചുണ്ടിൽ അമർത്തി ചുംബിച്ചു. കുറച്ചു നേരം അവർ പരസ്പരം അകന്നു മാറാതെ അങ്ങനെ നിന്നു. ദത്താ, ഞാൻ പോവാട്ടോ, അവനോട് പറഞ്ഞ് വർണ്ണ താഴേക്ക് പോയി. വർണ്ണ താഴെ അടുക്കളയിൽ വന്നപ്പോൾ കറിക്കരിയുന്ന ശീലുവിനെയും തേങ്ങ ചിരവുന്ന ഭദ്രയുമാണ് കാണുന്നത്. വർണ്ണമോളെ. വർണ്ണയെ കാണുന്നതും അവർ രണ്ടുപേരും ഒരേ താളത്തിൽ ദയനീയമായി വിളിച്ചു. ഇതെന്താ രണ്ടുപേർക്ക് പതിവില്ലാത്ത ശീലങ്ങളൊക്കെ? വർണ്ണ ചിരിച്ചുകൊണ്ട് അവരുടെ അരികിലേക്ക് വന്നു. പഠിക്കേണ്ട കാലത്ത് പാവൻ നിഷ്കളങ്കയായ രണ്ട് പെൺകുട്ടികളെ 4 അടുക്കള ചുമരിൽ തളച്ചിടുന്ന ബൂർഷാജ് ചെറിയമ്മയോട് ചോദിക്കു പറഞ്ഞ. ഡി, ആരടി നിങ്ങൾ അടുക്കളയിൽ തളച്ചിട്ടത്? കറിയിളക്കുന്ന ചെറിയമ്മ താവി അവൾക്ക് നേരെ ഓങ്ങിക്കൊണ്ട് ചോദിച്ചു. വേറെ ആര്? അമ്മ തന്നെ. മാങ്ങ മുറിച്ചു തരാന്ന് പറഞ്ഞു വന്ന ഞങ്ങളെ കൊണ്ട് പണിയെടുപ്പിച്ച് കൊല്ലാൻ നോക്കിയത് അമ്മയല്ലേ? പിന്നെ ഒരു തേങ്ങ ചിരവുമ്പോഴേക്ക് നീ അങ്ങ് മരിക്കുമല്ലേ? അല്ല, ശരിക്കും എന്താ സംഭവം? മാങ്ങ മുറിച്ച് ഉപ്പും മുളക് എത്തിയിട്ട് വരാന്ന് പറഞ്ഞ് പോയതല്ലേ നിങ്ങൾ? അതെ, ഞങ്ങൾ ഈ അമ്മയോട് ഈ മാങ്ങ ഒന്ന് മുറിച്ച് ഉപ്പും മുളക് ഇട്ട് തരുമോ എന്ന് പറഞ്ഞതിന് ഞങ്ങൾ ചീത്ത പറഞ്ഞു.
പോരാത്തിന് തേങ്ങയും ഉപ്പേരികളും പച്ചക്കറി റെഡിയാക്കി തന്നിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. എടി കള്ളി, അങ്ങനെയാണ് ഉണ്ടായേ. ഇവൾമാര് ഞാൻ പണി ചെയ്യുന്നതിനിടയിൽ വന്ന് മാങ്ങ മുറിച്ച് തരാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പണിത്തിരക്കിലാണ്, കുറച്ച് കഴിയട്ടെ എന്ന് പറഞ്ഞു. അപ്പം ഇവളുടെ ഒരു ആജ്ഞ 5 മിനിറ്റിനുള്ളിൽ മുറിച്ചു കൊടുക്കണം പോലും. ഞാനെന്താ ഇവളുടെ വേലക്കാരിയോ, പറയുമ്പോഴേക്കും അങ്ങ് മുറിച്ചു കൊടുക്കാൻ. അതുകൊണ്ടാ ഞാൻ രണ്ടാൾക്ക് ഓരോ പണികൾ ചെയ്യാൻ കൊടുത്തത്. പഠിക്കുന്ന പിള്ളേരല്ലെന്ന് വിചാരിച്ച് കുറച്ച് സൗകര്യം കൊടുത്തപ്പോൾ താലേ കയറുന്നു. അതങ്ങനെ ഇങ്ങ് വിട്ടുകൊടുക്കാൻ പറ്റത്തില്ലല്ലോ. ചെറിയമ്മ പറയുന്നത് കേട്ട് വർണ്ണ അവരെ രണ്ടുപേരെയും നോക്കി ആക്കി ചിരിച്ചു. അമ്മേ, ഞങ്ങളെ കൊണ്ട് മാത്രം എന്താ പണിയെടുപ്പിക്കുന്നേ? അവൾക്കൊരു ജോലി കൊടുക്ക്, എനിക്കൊരു ജോലി താന്ന് പറഞ്ഞ് പാവം നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ? ഓ, അത് സാരല്ല, അവൾ അവിടെ വെറുതെ നിന്നോട്ടെ. ഞാനോ എപ്പോ എന്ന ഭാവത്തിൽ നിൽക്കുന്ന വർണ്ണയെ നോക്കി ചെറിയമ്മ പറഞ്ഞു. അല്ലെങ്കിൽ ഈ വീട്ടിൽ പണ്ട് മുതലേ അങ്ങനെയാണല്ലോ, ഓരോരുത്തർക്കും ഓരോ നിയമം. ആകെയുള്ളൊരു അമ്മ ദത്തുപുത്രിയെ ശരണമെന്നും പറഞ്ഞ് നടക്കുന്നു. പിന്നുള്ള ചെറിയമ്മക്ക് ഇപ്പോൾ പുതിയ മരുമകളെ കിട്ടിയപ്പോൾ എന്നെ വേണ്ട. ഷീലു പരിഭവത്തോടെ പറഞ്ഞു. വർണ്ണമോളെ, പോയി ആ സിങ്കി കിടക്കുന്ന പാത്രങ്ങളൊക്കെ കഴുകി വെച്ചേ. ഷീലുവിൻ്റെ സംസാരം താങ്ങാനാവാതെ ചെറിയമ്മ പറഞ്ഞു. വർണ്ണ ഷീലുവിനെ നോക്കി കണ്ണിരുട്ടി പാത്രങ്ങൾ കഴുകാൻ തുടങ്ങി. അത് കണ്ട് ഭദ്രയും ഷീലുവും പൊട്ടിച്ചിരിച്ചു.